ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും തമിഴ്നാടും സന്ദർശിക്കും. കോയമ്പത്തൂരിൽ ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ദൃശ്യമാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്യുന്ന വാർത്തകൾ സംബന്ധിച്ച് മാർഗനിർദ്ദേശം പുറത്തിറക്കി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ഭീകരതയിൽ നിന്നും രാജ്യത്തെ പൌരന്മാരെ സംരക്ഷിക്കാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബീഹാറിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള യോഗം ഇന്ന് പട്നയിൽ. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജന തിരക്ക്. സ്പോട്ട് ബുക്കിംഗ് 20,000-ആയി നിജപ്പെടുത്തി. ദോഹയിൽ നടക്കുന്ന റൈസിംഗ് സ്റ്റാർസ് ഏഷ്യാകപ്പിൽ ഒമാനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും തമിഴ്നാടും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ സത്യസായി ബാബയുടെ മഹാസമാധിയിൽ അദ്ദേഹം പ്രണാമമർപ്പിക്കും. സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. പ്രായോഗികവും കാലാവസ്ഥാ വെല്ലുവിളികളെ പ്രതിരോധിക്കുന്നതുമായ കൃഷിരീതികളിലേക്കുള്ള മാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിലാണ് 3 ദിവസത്തെ ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ദൃശ്യമാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്യുന്ന വാർത്തകൾ സംബന്ധിച്ച് നിർദ്ദേശം നൽകി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ പ്രവൃത്തിയെ അനുകൂലിക്കുന്ന തരത്തിലും സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചും ചില ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒഴിവാക്കണം. ഇത്തരം വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അൽ ഫലാഹ് ഗ്രൂപ്പ് ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് അറസ്റ്റ്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ അൽ ഫലാഹ് സർവകലാശാല, അൽ ഫലാഹ് ഗ്രൂപ്പിലെ പ്രധാന വ്യക്തികളുടെ വസതികൾ ഉൾപ്പെടെ ഡൽഹിയിലെ 19 സ്ഥലങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. ഭീകരതയിൽ നിന്ന് സ്വന്തം പൌരന്മാരെ സംരക്ഷിക്കാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. റഷ്യയിലെ മോസ്കോയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാത്തരം ഭീകരവാദത്തെയും ലോകരാജ്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയണമെന്ന് ശ്രീ എസ് ജയശങ്കർ വ്യക്തമാക്കി. It is imperative that the world display zero tolerance towards terrorism in all its forms and manifestations. There can be no justification, no looking away, and no whitewashing. As India has demonstrated, we have the right to defend our people against terrorism and will exercise it. India believes that SCO must adapt to the changing global landscape, develop an expanded agenda, and reform its working methods. We will contribute positively and fully to these objectives. ബീഹാറിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അവസാനഘട്ടത്തിൽ. ഇന്ന് പട്നയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി NDA സഖ്യകക്ഷി MLA-മാരുടെ യോഗം ചേരും. തുടർന്ന് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് നേതാക്കൾ ഗവർണറെ കാണും. പട്നയിലെ ഗാന്ധി മൈതാനിയിൽ നാളെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. മദീനയിലുണ്ടായ വാഹനാപകടത്തിൽ ഇന്ത്യൻ തീർത്ഥാടകർ മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് എസ് അബ്ദുൽ നസീറിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം ഇന്ന് സൌദി അറേബ്യ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മരിച്ചവരുടെ അന്ത്യകർമ്മങ്ങളിൽ പ്രതിനിധി സംഘം പങ്കെടുക്കും. മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടി വേഗത്തിലാക്കുമെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സൌദിയിലെത്താനുള്ള സൌകര്യങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 108ാം ജന്മവാർഷിക ദിനം. 1917 നവംബർ 19 അലഹബാദിലാണ് ഇന്ദിരാഗാന്ധി ജനിച്ചത്. എല്ലാ വർഷവും നവംബർ 19 രാജ്യം ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നു. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഇതുവരെ 97% എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഇളവ് നൽകിയത് പ്രകാരം കേരളത്തിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി അപേക്ഷകൾ ഒരുമിച്ച് സമർപ്പിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. കരട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒരു BLAക്ക് ഒരു ദിവസം 50 ഫോമുകൾ വരെ ബൂത്ത് ലെവൽ ഓഫീസർക്ക് സമർപ്പിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2026 ഫെബ്രുവരി 7-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ഇന്നലെ വരെ 6991 പേർ പത്രിക സമർപ്പിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ മാസം 21 വരെയുള്ള പത്രികാ സമർപ്പണത്തിന് ശേഷം സൂക്ഷ്മ പരിശോധന 22-ന് നടക്കും. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അടുത്ത മാസം ഇന്ത്യയിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സ്വീകരിക്കാൻ തയ്യാറായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ ന്യൂഡൽഹിയിൽ റഷ്യൻ പ്രസിഡന്റിന്റെ സഹായി നിക്കോളായ് പത്രുഷേവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഡിസംബർ ആദ്യം നടക്കാനിരിക്കുന്ന ഇന്ത്യ റഷ്യ ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയം. ഇന്ന് NTRF സംഘം സന്നിധാനത്തെത്തും. തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്താൻ സൌകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചിരുന്നു. സ്പോട്ട് ബുക്കിംഗ് ഇന്നലെ മുതൽ 20,000-ആയി നിജപ്പെടുത്തി. കന്യാകുമാരി തീരത്തെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലക്ഷദ്വീപ് മേഖലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ ഗോവയിൽ അവസാന ഘട്ടത്തിൽ. നാളെയാണ് ചലച്ചിത്രമേളയ്ക്ക് തുടക്കമാകുക. ബ്രസീലിയൻ ചിത്രം ദ ബ്ലൂ ട്രെയിൽ ആണ് ഉദ്ഘാടന ചിത്രം. വിശദാംശങ്ങളിലേക്ക്. ചലച്ചിത്ര പ്രവർത്തകരെയും സിനിമാ ആസ്വാദകരെയും വരവേൽക്കാൻ ഗോവ ഒരുങ്ങിക്കഴിഞ്ഞു. പനാജിയിൽ ഈ മാസം 28 വരെ നീളുന്ന മേളയിൽ 80-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 270-ലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഈ വർഷത്തെ കൺട്രി ഫോക്കസ് ജപ്പാനാണ്. ഇന്ത്യയുടെ സിനിമാറ്റിക് പൈതൃകം ആഘോഷിക്കുന്ന വർണ്ണാഭമായ സാംസ്കാരിക പരേഡോടെയാണ് ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിയുക. ചലച്ചിത്രമേളയിൽ യുണിസെഫുമായി സഹകരിച്ച് ബാല്യത്തിന്റെ വിവിധ ഘട്ടങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന സിനിമകളുടെ പ്രത്യേക പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. വേവ്സ് ഫിലിം ബസാർ, ഇഫിയസ്റ്റ, സിനിം AI ഹാക്കത്തോൺ എന്നിവയും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ചലച്ചിത്രമേളയ്ക്ക് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഗോവയിൽ സിനിമാ ആസ്വാദന കോഴ്സ് സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ദോഹയിൽ നടക്കുന്ന റൈസിംഗ് സ്റ്റാർസ് ഏഷ്യാകപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഒമാനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിയിൽ കടന്നത്. ഇന്ന് നടക്കുന്ന സെമി ഫൈനലിൽ ഇന്ത്യ ഗ്രൂപ്പ് എയിലെ 1ാം സ്ഥാനക്കാരെ നേരിടും. ടോക്കിയോയിൽ നടക്കുന്ന കേൾവി പരിമിതരുടെ ഒളിമ്പിക്സായ ഡെഫ്ലിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ഷൂട്ടർമാർ. 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീം ഇനത്തിൽ ധനുഷ് ശ്രീകാന്ത്, മഹിത് സന്ധു സഖ്യം സ്വർണം നേടി. ഇന്ത്യയുടെ തന്നെ മുഹമ്മദ് വാനി, കോമൾ വാക്മറെ സഖ്യം 10 മീറ്റർ എയർ റൈഫിൾസിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. ബംഗ്ലാദേശിലെ ധാക്കയിൽ നടക്കുന്ന AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് പരാജയം. ഗ്രൂപ്പ് സി മത്സരത്തിലാണ് ബംഗ്ലാദേശ് എതിരില്ലാത്ത ഒരു ഗോളിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ദുബായ് എയർ ഷോയിൽ കാണികളെ വിസ്മയിച്ച് ഡ്രോൺ ഷോ നടന്നു. പ്രദർശന സമയം രാത്രി 9 മണിവരെ നീട്ടിയതോടെ ആയിരക്കണക്കിന് ആളുകളാണ് ഡ്രോൺ ഷോ കാണാനെത്തിയത്. ദുബായ് എയർ ഷോയിലെ റോബോട്ടിക്സിൽ പ്രതിരോധ മേഖലയിലെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ സാഗർ ഡിഫൻസ് ഒന്നാമതെത്തി. റോമിൽ നടന്ന 48ാമത് കോഡെക്സ് എലിമെന്ററീസ് കമ്മീഷനിൽ ഏഷ്യൻ മേഖലയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഇന്ത്യ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രജിത് പുൻഹാനിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം യോഗത്തിൽ പങ്കെടുത്തു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ആന്റി മൈക്രോബിയൽ പ്രതിരോധം സാധ്യമാകൂ എന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. ന്യൂഡൽഹിയിൽ ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തിന്റെ ദേശീയ കർമ്മ പദ്ധതി പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. ശസ്ത്രക്രിയ, ക്യാൻസർ ചികിത്സ തുടങ്ങിയവയിൽ AMR അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബംഗ്ലാദേശ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാൻ ഇന്ന് ന്യൂഡൽഹിയിലെത്തും. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന്റെ 7ാമത് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ക്ഷണപ്രകാരമാണ് ഖലീലുർ റഹ്മാന്റെ സന്ദർശനം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷാ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നയിക്കുന്ന യോഗത്തിൽ ഇന്ത്യ, ശ്രീലങ്ക, മാലദ്വീപ്, മൌറീഷ്യസ്, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കും. ഇന്ത്യ ആദ്യമായാണ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന് ആതിഥേയത്വം വഹിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും തമിഴ്നാടും സന്ദർശിക്കും. കോയമ്പത്തൂരിൽ ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ദൃശ്യമാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്യുന്ന വാർത്തകൾ സംബന്ധിച്ച് മാർഗനിർദ്ദേശം പുറത്തിറക്കി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ഭീകരതയിൽ നിന്നും രാജ്യത്തെ പൌരന്മാരെ സംരക്ഷിക്കാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ബീഹാറിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള യോഗം ഇന്ന് പട്നയിൽ. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജന തിരക്ക്. സ്പോട്ട് ബുക്കിംഗ് 20,000-ആയി നിജപ്പെടുത്തി. ദോഹയിൽ നടക്കുന്ന റൈസിംഗ് സ്റ്റാർസ് ഏഷ്യാകപ്പിൽ ഒമാനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമി ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.